സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഓണത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഓണപ്പൂക്കളം. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ വീട്ടുമുറ്റത്തൊരുക്കുന്ന പുഷ്പാലങ്കാരമാണ് പൂക്കളം. തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ വീട്ടുമുറ്റത്ത് പൂക്കളം ഒരുക്കി അതിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെ ആരാധിക്കാൻ തൃക്കാക്കര അപ്പൻ അനുവദിച്ചു എന്നാണ് ഐതിഹ്യം. പ്രാദേശിക അടിസ്ഥാനത്തിൽ അത്തപ്പൂ ഇടുന്നതിൽ വ്യത്യാസങ്ങൾ കണ്ടുവരുന്നുണ്ട്. പണ്ട് കർക്കിടക മാസത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെയാണ് ഓണം ആഘോഷിച്ചു വന്നിരുന്നത്. ഈ 28 ദിവസവും വിവിധ തരത്തിലുള്ള പൂക്കളമിട്ട് കളിമണ്ണ് കൊണ്ട് തൃക്കാക്കരയപ്പനെ നിർമ്മിച്ച് പൂജിച്ചാണ് ആഘോഷങ്ങൾ നടത്തിയിരുന്നത്. പിൽക്കാലങ്ങളിൽ ആചാരങ്ങൾ അങ്ങനെ തന്നെ തുടർന്നുവെങ്കിലും ഉത്സവം ചിങ്ങമാസത്തിലെ അത്തം മുതൽ 10 ദിവസമായി കുറഞ്ഞു. അങ്ങനെയാണ് അത്തം നാൾ മുതൽ പൂക്കളം ഇടാൻ തുടങ്ങിയതെന്നാണ് ചരിത്രം. എല്ലാ ദിവസവും പൂക്കളം ഒരുക്കുന്ന കൗതുകവും കേരളത്തിലുണ്ട്. തുമ്പപ്പൂവ്, തുളസിയില, മുല്ലപ്പൂവ്, മുക്കുറ്റിപ്പൂവ്, കദളിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, ചെത്തിപ്പൂവ്, വാഴക്കൂമ്പ്, ഇലകൾ, ഫലങ്ങൾ തുടങ്ങിയവ എല്ലാം പൂക്കളങ്ങളിൽ സ്ഥാനം പിടിച്ചവയാണ്. പൂവിടുന്നതിനും ചില ചിട്ടവട്ടങ്ങൾ ഉണ്ട്. അതിന് പ്രാദേശികമായി ചില മാറ്റങ്ങൾ ഉണ്ടാകാം. ചില സ്ഥലങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസവും പൂക്കളം ഒരുക്കും. തിരുവോണത്തിന് തൃക്കാക്കരയപ്പനെ വരവേൽക്കുന്ന ചടങ്ങാണ് മറ്റു ചില സ്ഥലങ്ങളിൽ. നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ച് ചാണകം മെഴുകിയ തറയിലാണ് പൂക്കളം ഒരുക്കുന്നത്. മഹാബലി പാതാളത്തിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്ന ദിവസമായ അത്തം നാളിൽ ചാണകമെഴുകിയ തറയിൽ തുമ്പപ്പൂ ഇട്ടാണ് പൂ ഇടാൻ തുടങ്ങുന്നത്. ആദ്യ ദിനം ഒരു നിരയിൽ മാത്രമേ പൂവിടാൻ പാടുള്ളൂ. 2-ാം ദിവസം ആയ ചിത്തിര നാളിൽ തുമ്പപ്പൂവും തുളസിയിലയും ചേർത്താണ് പൂക്കളം ഒരുക്കേണ്ടത്. ചിത്തിര ചോതി നാളുകളിൽ ഈ പൂക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. 4-ാം ദിവസമായ വിശേഷം നാളിൽ നിറമുള്ള പൂക്കൾ ഇട്ടു തുടങ്ങാവുന്നതാണ്. 5-ാം ദിവസം മുതൽ കുട കുത്തും. ഈർക്കിലിയിൽ ചെമ്പരത്തി പൂക്കളും മറ്റു പൂക്കളും ചേർത്ത് കോർത്ത് പൂക്കളത്തിൻ്റെ നടുവിൽ കുത്തിവെക്കുന്നതാണ് കുട കുത്തുക എന്ന് പറയുന്നത്. 6-ാം ദിവസമായ തൃക്കേട്ട നാളിൽ 6 ഇനം പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. 6-ാം ദിവസം മുതൽ പൂക്കളത്തിന് 4 ദിക്കിലേക്ക് കാലു നീട്ടും. 7-ാം ദിവസമായ മൂലം നാളിൽ പൂക്കളം ചതുരാകൃതിയിൽ ആയിരിക്കും. പൂരാടം നാളിൽ പൂക്കളത്തിന് 8 നിര പൂക്കൾ ഉണ്ടായിരിക്കും. പൂക്കളം ഏറ്റവും വലുതാകുന്നത് ഉത്രാടം നാളിലാണ്. ഇഷ്ടമുള്ള എത്ര പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കാവുന്നതാണ്. ചിലയിടങ്ങളിൽ അന്ന് മണ്ണുകൊണ്ടോ തടി കൊണ്ടോ തൃക്കാക്കരയപ്പൻ്റെ രൂപം നിർമ്മിച്ച് ഇലയിൽ പ്രതിഷ്ഠിക്കും. ഉത്രാടം വൈകിട്ട് തന്നെ പൂക്കളത്തിലെ പൂക്കൾ എല്ലാം മാറ്റി പടിക്കൽ വയ്ക്കും. ചാണകം കൊണ്ട് തറ മെഴുകി തുമ്പക്കുടം വയ്ക്കും. ചില സ്ഥലങ്ങളിൽ ഇതിനോടൊപ്പം അരകല്ലും വെള്ളം കൂടെ വയ്ക്കാറുണ്ട്. തിരുവോണപ്പുലരിയിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് കോടി വസ്ത്രങ്ങൾ അണിഞ്ഞ് നിലവിളക്ക് കത്തിച്ച് വെച്ച് ആവണിപ്പലകയിൽ ഇരിക്കുന്ന ഓണത്തപ്പൻ്റെ സങ്കല്പത്തിന് അരിമാവൊഴിച്ച് പൂക്കുല നിരത്തി പുടവ നേദിക്കുന്നു. വിഗ്രഹങ്ങൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും പൂവട, പഴം, ശർക്കര തുടങ്ങിയവ നേദിക്കുകയും ചെയ്യുന്നു. തൂശനിടയിൽ ദർഭപുല്ല്, തുമ്പക്കുടം എന്നിവ വിരച്ച് തൃക്കാക്കരയപ്പനെ ആർപ്പ് വിളിച്ചും സ്വീകരിക്കാറുണ്ട്. ഉത്രട്ടാതി നാളിലാണ് പ്രതിഷ്ഠ ഇളക്കി മാറ്റുന്നത്. ചില സ്ഥലങ്ങളിൽ മൂല നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠ നടത്തുന്നത്. കളമൊരുക്കി അതിൽ 2 പലക നിരത്തി ആദ്യ ദിവസം 5-ഉം 2-ാം ദിവസം 7-ഉം 3-ാം ദിവസം 9-ഉം തിരുവോണ ദിവസം മഹാബലിയെ കൂടി ഉൾപ്പെടുത്തി പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നു. ഈ വർഷത്തെ അത്തം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 16 ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.